പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറൊരായിക്കോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഈ ഒരു ജീവിതഭാരത്തെ കുറിച്ചിട്ടാണ്. ആൾക്കാരുടെ തലയിൽ വന്നു ചേരുന്ന ജീവിതഭാരങ്ങൾ കുറെ എപ്പിസോഡുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതഭാരം തന്നെയാണ് ടെൻഷനായി മാറുന്നത്, വർദ്ധിച്ച മാനസിക സംഘർഷം. നമുക്ക് ചുറ്റും നമ്മൾ റോഡിലൂടെ നടത്താൻ കാണാൻ സാധിക്കും. എല്ലാ സ്ഥലത്തും കൗൺസിലിംഗ് സെന്ററുകളാണ്. ഫാമിലി കൗൺസിലിംഗ്, സ്റ്റുഡൻറ് കൗൺസിലിംഗ്, മാരേജ് കൗൺസിലിംഗ്, ആ കൗൺസിലിംഗ്, ഈ കൗൺസിലിംഗ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ കൗൺസിലിംഗ് സെന്ററുകൾ വരാൻ കാരണം വെച്ചാൽ ടെൻഷൻ, ആൾക്കാർ സഹിക്കാൻ വയ്യ. അവരുടെ തലയിൽ വർദ്ധിച്ച ഭാരം, ജീവിത ഭാരം, അല്ലെങ്കിൽ പഠന ഭാരം, ജോലി ഭാരം, അങ്ങനെ വിവിധ ഭാരങ്ങൾ അവർ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ചിലര് വട്ടുപോലെ ഭ്രാന്ത് പിടിച്ച് മാനസികരാശുപത്രിയിൽ, ഭ്രാന്താശുപത്രികളിൽ ചേരുന്നു. ചിലർ വേറെ എന്തൊക്കെയാ ചെയ്യുന്നു, കാണുന്നുണ്ടാവും പേപ്പറുകളിലും വീഡിയോകളിലൊക്കെ. വർദ്ധിച്ച മാനസിക സംഘർഷം. ഞാൻ ഈ അവസരത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ദൈവമാണല്ലോ ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഈ ജീവികൾക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് തന്നിരിക്കുന്നത്. ഒരു മനുഷ്യനാണ് 25,550 ദിവസങ്ങൾ ആ ഭൂമിയിൽ ജീവിക്കുന്നത് പറഞ്ഞു. 25,550 കോടി 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 വർഷങ്ങൾ നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ 25,550 ദിവസം മാത്രം നിൽക്കുന്ന മനുഷ്യൻ, അയാൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ, കർമ്മങ്ങൾ ഭഗവാൻ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവികൾക്ക്, ആമയാണ് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ജീവി, 150 കൊല്ലമൊക്കെ. ആ ജീവികൾക്കൊക്കെ ഭഗവാൻ എന്ത് ഉത്തരവാദിത്തങ്ങൾ, കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് എന്തൊക്കെ കർമ്മഫലങ്ങൾ ഭഗവാൻ നൽകിയിട്ട്, ആ കാര്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഭഗവാൻ ഗീതയിൽ പറയുന്നു, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മ ബല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ. ന കർത്തൃത്വം പറഞ്ഞാല് ഈ ലോകത്തില് ഒരു ജീവികൾക്കും, ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവിക്കും അയാളാൽ നിർവഹിക്കപ്പെടേണ്ട ഒരു കർമ്മവും കർത്തവ്യവും ഭഗവാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല, കൊടുക്കുകയല്ല, സൃഷ്ടിച്ചിട്ടേ ഇല്ല. ന കർത്തൃത്വം ന കർമാണി, ഒരു കർമ്മവും ഈ ജീവികൾക്ക് ഭഗവാൻ കൊടുത്തിട്ടില്ല. കർമ്മവും സൃഷ്ടിച്ചില്ല, കർത്തവ്യം സൃഷ്ടിച്ചിട്ടില്ല. കർത്തവ്യവും കർമ്മവും ഉണ്ടെങ്കിലേ കർമ്മബലം ഉള്ളൂ. കർമ്മബലവും സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ കർമ്മബല സംയോഗവും ഉണ്ടായിട്ടില്ല. അയാൾ നിർവഹിക്കപ്പെടേണ്ട കർമ്മം അയാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കർമ്മബലമുണ്ട്, അത് സൃഷ്ടിച്ചിട്ടില്ല. സ്വഭാവസ്തു പ്രവൃത്തി, അത് വേറെ വിഷയം. ലോകത്തിൽ ഒരു ജീവിക്കും ഭഗവാൻ ഒരു കർത്തവ്യം, ഒരു കർമ്മവും കൊടുത്തിട്ടില്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മബല സംയോഗം സ്വഭാവസ്തു പ്രവൃത്തി. പക്ഷെ ജനിച്ച വീണ മുതൽ ആൾക്കാര് തലയിൽ വർദ്ധിച്ച ഭാരയായി നടക്കുന്നു. അത് വേണം, ഇത് വേണം, എല്ലാം വേണം. വലിയ വീട്, വലിയ കാറ്, കോടിക്കണക്കിന് രൂപയുടെ ഡെപ്പോസിറ്റ്, അംഗീകാരം, പ്രശസ്തി, എല്ലാം വേണം ആൾക്കാർ. അതിനുവേണ്ടി നാട് മുഴുവൻ അലയുന്നു. വാളെടുത്തിട്ട് ഓടുന്നു. ചില അക്ഷര ചക്രവർത്തി വാളെടുത്തിട്ടാണ്, ഞാൻ ലോകത്തിന്റെ ചക്രവർത്തിയാണ്. 10-32 വയസ്സ് എത്രയോ ആ കാലത്തിൽ പൊലിയും ചെയ്തു, മരിച്ചും പോയി. ഇനി അറിവിന്റെ അടിസ്ഥാനത്തിൽ ലോകം കീഴടക്കാൻ പുറപ്പെട്ടവരും ആ കാലത്തിൽ ജീവിതം പൊലിഞ്ഞു പോയി. ഈ ലോകത്തിൽ ഒരു ജീവിക്ക്, ഒരു മനുഷ്യനും ഭഗവാൻ ഒന്നും കൊടുത്തിട്ടില്ല. വെറുതെ തലയിൽ എടുത്തു വെച്ചിട്ട് എനിക്ക് ആ ഉത്തരവാദിത്വമുണ്ട്, ഈ ഉത്തരവാദിത്വമുണ്ട്, ആ ജോലിയുണ്ട്, ഈ ജോലി ചെയ്തിട്ട് ആൾക്കാർ വെറുതെ നടത്തുക. നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ കടന്നു ചെന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ തിരക്ക് പിടിച്ച പോലെ കാണിക്കുന്നുണ്ടാവും. മൊബൈലിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും, കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. നമ്മളുടെ മുഖത്തേക്ക് അവർ നോക്കുകയില്ല. എന്തോ അവരുടെ തലയിലാണ് ഈ ലോകത്തിന്റെ മുഴുവൻ ഭാരം, അല്ലെങ്കിൽ ഓഫീസിന്റെ ഭാരം, സ്ഥാപനത്തിന്റെ ഭാരം വിട്ടില്ല.
വെറുതെ കാണിച്ചു കൂട്ടുക, വെറുതെ കാണിച്ചു കൂട്ടുക. അല്ലെങ്കിൽ വിസിറ്റേഴ്സ് നോട്ട് അലൗഡ്, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഓൺലി 3 PM. അവിടെയൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും കാണാൻ വരുമ്പോൾ അവർക്ക് സമയമില്ല, വിസിറ്റേഴ്സ് നോട്ട് അലൗഡ്. എന്തെങ്കിലും ഒഫീഷ്യൽ പർപ്പസ് ആയിട്ടായി. അതിഥികളെ ദൈവമായിട്ട് കരുതണം എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നോട്ട് അലൗഡ്, സമയമില്ല, തലയുയർത്താൻ സമയമില്ല. അപ്പോ ഇതിന്റെ പേരിൽ, വർദ്ധിച്ച ജീവിതഭാരത്തിന്റെ പേരിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജോലി ചെയ്യേണ്ടതല്ല ഞാൻ പറയുന്നത്, മരിച്ചു വീഴുന്നവർ ജോലി ചെയ്യണം, അത് വേറെ കാര്യം. നമ്മുടെ തലയിൽ ഈ ഭാരം മുഴുവൻ തലയിൽ എടുത്തു വെച്ച് ടെൻഷൻ അടിച്ച് കൗൺസിലിംഗ് സെന്ററുകളും മാനസികരോഗ ആശുപത്രികളും, അല്ലെങ്കിൽ ഇപ്പൊ പേപ്പറിൽ കാണുന്ന പോലുള്ള സംഗതികൾ അല്ലേ, മണ്ടത്തരങ്ങൾ, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യമാണ്, ഈ ഒരു ഒറ്റ വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്. നമ്മളും നമ്മളെ കുടുംബാംഗങ്ങളൊക്കെ ഇത് കാണുമ്പോൾ, നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോകളൊക്കെ കാണുമ്പോൾ തീർച്ചയായും അവർക്ക് എല്ലാവർക്കും വർദ്ധിച്ച മാനസികമായ ധൈര്യം ഉണ്ടാവും. ജീവിതത്തിൽ ലാഭമോ നഷ്ടമോ മാനോ അപമാനോ ഉയർച്ചയോ താഴ്ചയോ ഉണ്ടായിക്കൊള്ളട്ടെ, അതിന് ധൈര്യത്തോടെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. താങ്ക്സ് എ ലോട്ട്.